ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ. എന്താ അങ്ങനെയൊന്നല്ലേ, മലപ്പുറത്ത് സാധനം പുറത്തേക്ക് അടുത്ത ജില്ലക്ക് കടത്താണ്. എന്താ സാധനം എന്നൊക്കെ അല്ലേ അതൊക്കെ വയ്യേ കാണാം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യത്രണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളി. കുറെ സ്ഥലങ്ങളും കാര്യമൊക്കെ കാണിച്ചു തരാം. എന്താ സാധനം ഇതിന്റെ ലാസ്റ്റിക്കും കാണിച്ചു തരാം. അപ്പോൾ വേറെ ആളുണ്ട് കൂടെ ഗുഡ്സിലാണ് കടത്തുന്നത്. അപ്പൊ ലൈക്കും സ്ക്രീൻ നിൽക്കാൻ മറക്കണ്ട. അപ്പോൾ സൗണ്ട് ഒന്നും ക്ലിയർ ഇല്ല, ജലദോഷമൊക്കെ പിടിച്ച് ഉത്തമുട്ടിക്കണേ. അപ്പൊ ഏതായാലും ഇനി ഇവിടുന്ന് വണ്ടി എടുക്കണം, എന്നിട്ട് അവിടെ പോയിട്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് മാറി കയറാം. ഓക്കെ, പോയേക്കാം. നമ്മളെ വണ്ടിയിൽ കയറി. വണ്ടി ഇപ്പൊ നമ്മളെ ഇവിടെ മഴയൊക്കെ ആയപ്പോ കത്തിട്ട് പോയതിന് ഇപ്പൊ ഭയങ്കര വെയിലും. അപ്പൊ നമുക്ക് പോയേക്കാം. അപ്പൊ വണ്ടി ഇവിടെ നമ്മള് സേഫ് ആക്കിട്ടോ. റോഡിന്റെ ഒക്കെ പക്ഷെ അവിടെ ക്യാമറ ഉണ്ട് പെയിന്റിന്റെ ഇതില്. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് പെയിന്റ് എടുത്തിന്. അവിടെ വടി എന്തൊക്കെയുണ്ട്. അപ്പൊ അതുമാടെ വാങ്ങാം. അപ്പൊ ഇതിന് മറ്റേ വരുള്ളൂ. മൊയലാളി മറ്റേ മൊയലാളി കേട്ടോ. ഒരു ഗ്ലാസും ഒരു കൊടിയപ്പോ തന്നെ. മഴക്കാലം കഴിച്ചാനായി. ഇതൊന്ന് കിട്ടിയതാ മഴക്കാലം തുടങ്ങണതിന് മുന്നേ. ഇപ്പളാ വരുന്നത്. ഇതൊക്കെ വ്ലോഗ് ചെയ്യും, ഇതൊക്കെ വ്ലോഗ് ചെയ്യും. ഇതപ്പൊ തരാൻ കണ്ട കോളാ ചങ്ങായി. ഇത് വേണോ, ഇതാണ് വേണ്ടത്. അപ്പൊ ഞാൻ സാധനം കാണിച്ചു തരാം. നമ്മളെ കള്ളക്കടത്തിന്റെ ആളെത്തി. ഇവനാണ് ആള്. അപ്പൊ സാധനം കള്ളക്കടത്ത് എന്താന്നുള്ളതൊക്കെ നമ്മള് പിന്നെ കാണിച്ചു തരാം. സാധനം എന്താന്ന് പറയണെങ്കിൽ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാരും കണ്ടുപിടിച്ച് ഞങ്ങളവിടെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള പറയും. എന്താണല്ലോ പറയാ, എനിക്ക് ഇപ്പോഴും അവിടെ നിന്ന് കൊടുക്കാൻ കൊണ്ട് കൊടുക്കണേ. ആ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഞാൻ പോകുള്ളൂ, എപ്പോഴും പോകാണ്. അപ്പൊ എന്ത് ഞാൻ പോകുള്ളൂ മാത്രം. അല്ലാപ്പൊ സംഗതി എടുക്കില്ല. ആൾക്കാരിലോട് ചോദിച്ചാൽ എന്റെ ഇടക്കിടക്ക് പോകുന്നില്ല. പയ്യന്നൂർക്ക് എന്താണ് എന്റെ അകത്തെ കണ്ണൂരല്ല പയ്യന്നൂരാണ്. എന്താണ് പരിപാടി എന്ന് കാണിച്ചു അതിന് കുറച്ചൊക്കെ അവിടെ വെച്ചിട്ട് കാണിച്ചതാ. ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ പോന്നേ മോങ്ങ വലിയ ബ്ലോക്കൊന്നൊക്കെ ഒഴിവായിട്ടോ. അവിടെ ബ്ലോക്ക് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ എത്തിയതാ കോടങ്ങാട് കൊട്ടുകര ഭാഗത്ത് ബ്ലോക്ക്. അപ്പൊ ഇത് കണ്ടങ്ങള് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പോകാൻ വരുന്നത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. എന്താ സംഭവം എന്ന് അറിയില്ല. പക്ഷെ ബ്ലോക്ക് ഒന്നും പാടെ കൂടാൻ കാരണം ബസ്സാര് ഒന്നും പറയാ. ഇപ്പൊ അവിടുന്ന് ആംബുലൻസ് ഉണ്ട്. അതൊന്നും നമ്മള് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. ഓലായിക്കൂടെ അങ്ങോട്ട് തിരിയിട്ട് വേറെ ആർക്കും പോകണ്ട. ഓർക്ക് ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. അതേപോലെ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ആളാണ് തിരികിപ്പോ അവിടുന്ന് വണ്ടി വരുന്നില്ല. എന്താണെന്ന് വെച്ചാല് അവിടുന്ന് ബസ്സാര് ഇങ്ങോട്ട് കേറിയിട്ട് അവിടുന്ന് വണ്ടി വരുന്നില്ല. ഇവിടുന്ന് ഇതാക്കണേ, ഇവിടെ എല്ലാരും ഇവിടെ നിക്കുക. ബസ്സാര് ഇവിടുത്തെ അവിടെ തിരികണേ. പിന്നെ എങ്ങനെ വണ്ടി പോകാൻ പറ്റുക? ആർക്കും ടൈമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? അങ്ങനെ ഞങ്ങൾ പന്തീരങ്കാവ് ടോൾ പ്ലാസയിലെത്തി. ഞങ്ങൾ ടോള് കൊടുക്കൂല. എന്തെന്നാലും പാടില്ല. ഞങ്ങൾ ടോൾ കൊടുക്കണ്ടല്ലോ. ഞങ്ങൾ ടോള് കൊടുക്കൂല. അതാണ് ഞങ്ങള് വരി നിക്കാണ്. ആൾക്കാർ ഇത്ര വരിക്കാൻ പാടുണ്ടോ? 15 വണ്ടിയോ 10 വണ്ടിയോ ആയി കഴിഞ്ഞാല് ടോള് കൊടുക്കാൻ പാടില്ലാന്നാണ്. ഇതാണ്ടോ ഞങ്ങൾ ഇതായി സൈഡ് കൂടെ പോകും. ഇത് കാണുന്ന പാടല്ല. ഞങ്ങളെന്ത് ടോൾ വാങ്ങണത്? ഒരു കുട്ടികളും ഞങ്ങളോട് ടോള് വാങ്ങൂല. ഫോൺ സൈലന്റ്. എത്തണ്ട പോട്ടെ. നമ്മള് തരൂല അവര് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ കൊടുക്കൂല. അല്ല എന്താ കാര്യം? എന്തിനാമത് ഇറക്കാണ്ടോ ഞങ്ങളൊരു കുട്ടികളെ ചോദിച്ചില്ല. ഞങ്ങൾ അതിനാണ് പോകും. കാരണം എന്താ എടോ പോലീസൊക്കെ ഇവിടെ ഉണ്ട്. പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. കാരണം ഞമ്മളോട് ചോദിച്ചില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് ഊനക്കറാണ്. അപ്പൊ കൊടുക്കണ്ട. കൊടുക്കൂല അറിയാനല്ല അമ്പലത്തിർക്കാല. അപ്പൊ അങ്ങനെ നിയമല്ല നമ്മള് കാണിച്ച. ഒരു 15 വണ്ടിയോ എത്ര വണ്ടിയോ ഏരിയയിലുണ്ടെങ്കിൽ ടോള് വാങ്ങാൻ പാടില്ല എന്നല്ലേ ഇപ്പൊ നിയമൊന്നുമില്ലല്ലേ? വെറുതെ ഇതിന്റെ ആവശ്യം ഉണ്ടോ? ഇപ്പൊ ഗവൺമെന്റിന് പൈസ കിട്ടൂലല്ലോ. ഇല്ലല്ലോ. എന്താണ് പാവങ്ങളെ പിയല്ല ഓരോരോ കാര്യം പറഞ്ഞാണ്ട്. ഇതൊക്കെയാണ് മന്ത്രിമാരെ ആദ്യം നിർത്തട്ടെ. ഏതായാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അടുത്തത്
അതിർത്തിയിലെത്തിയിട്ട് കാണാം. നിങ്ങള് അവിടെയൊക്കെ ഫുള്ള് വരിക അപ്പുറത്ത്. പൊത്തിന് നട്ടത്രേന്നാ. പക്ഷെ ഇവിടെ തെങ്ങുമില്ല ഒന്നുമില്ല, ഫുൾ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. ഗായ്സ് അങ്ങനെ വടകരത്ത് നായി കടിക്കല്ലേ. ആ നായിനെ കുതിച്ചല്ലോ. പോയിക്കോട്ടെ പോയിക്കോട്ടെ പോയിക്കോ പോയിക്കോ പോയിക്കോ. വടകര ഭയങ്കര ബ്ലോക്കായി ഗായ്സ്. ബ്ലോക്കാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബ്ലോക്ക് തന്നെ. എത്തി. പക്ഷെ വടകരയിൽ ഞങ്ങൾ ആ തെങ്ങ് കണ്ടില്ല, ആ പൊത്തുള്ള. അതാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് അറിയട്ടോ, ഇവിടെ വെച്ച് അവിടെ പോയാലോ കാണാനോ. അങ്ങനെ 4 മണിക്കൂറായില്ലേ. 4 മണിക്കൂറിന് ശേഷം നിർത്തി വേണ്ടിയിരുത്തി. 4 മണിക്കൂറിന് ശേഷം അസറസ്കരിക്കാനുണ്ടായി. അങ്ങനെ കൊറേ പള്ളി നോക്കി നോക്കി പോന്ന് ലാസ്റ്റ് ചേമ്പായൂർ കുഞ്ഞിപ്പള്ളി എത്തി. അപ്പൊ എവിടെ വെച്ചാ സൈന്യത്തെയും മക്കത്തും രണ്ടാമൻ അന്ത്യശ്രമം കൊള്ളുന്ന. അതൊരു വലിയ കിട്ടലായി. പ്രതീക്ഷിക്കാതെ കുറെ പള്ളികളിന്റെ ഹൈവേ പോരുമ്പോ നമുക്ക് പള്ളികൾ മിസ്സല്ലേ. ചെറിയ റോഡിന് ഇറങ്ങി ചിലയിടത്ത് കിട്ടിയതുമില്ല. അങ്ങനെ നിസ്കാരം കിട്ടി, മക്കാബിൽ സന്ദർശനം കിട്ടി. അടിപൊളി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. കണ്ണൂർ, മംഗലാപുരം, മുംബൈ. എങ്ങോട്ട്? വീണ്ടും അതിർത്തി കടക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഹൈവേയിലൂടെ ഞങ്ങൾ വീണ്ടും മന്ദം നീങ്ങുകയാണ്. അവർക്ക് ചിരിച്ചാലോ ഞാനവർക്ക്. അങ്ങനെ ഞങ്ങൾ മാഹിയിലെത്തി. മാഹിയില് എന്തൊക്കെയാ വില കമ്മി? ആ പമ്പക്കല്ലേ കള്ളൻ. ഫുൾ ടാങ്ക് അടിക്കാൻ പോവാണ്. ഫുൾ ടാങ്ക് മാഹിയിലെ എണ്ണക്ക് 10 ഉറുപ്പ്യ കമ്മി. ഇപ്പത്തെ കാട്ടെ തിരിച്ചും അങ്ങനെ കിട്ടും. കാക്ക വെറുതെ ഇരിക്കാണ്. എത്ര പല കമ്മിയായിട്ട് എത്ര ഇവിടെ? 91.4. ആകപ്പാടെ തിരാന്തന്മാരെ വന്നിരിക്കണേ. അങ്ങനെ ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം ഒരു കോഫി, വിത്തൗട്ട് കോഫി. കടിത്തവണ ഒരു ബോണ്ട, കോഫി കാണാൻ രസമുണ്ട്. ഇതൊക്കെ പാല് കഴിക്കട്ടെ. അങ്ങനെ ഒരു മിഠായി ഉണ്ടോ. വീണ്ടും യാത്ര തുടരുകയാണ് അതിർത്തിയിലേക്ക്. ഞാൻ കേട്ടോ അതിർത്തി ആരെ മരിച്ചത് അവിടെ നാളൊക്കെ വെട്ടി ഭദ്രാക്കി വെച്ചു. അതൊന്ന് കാഴ്ചിട്ട് കാണാം. അങ്ങനെ നീണ്ട 8 മണിക്കൂറിന് ശേഷം അല്ലേ, 8 മണിക്കൂർ അല്ലേ, ഞങ്ങള് ആ അതിർത്തി കടന്നെത്തി. യമക്ക് മന്തി. അപ്പോ ഇതിലുള്ളത് ഇവിടക്കുള്ള അരിയാകുന്നു. അല്ലാതെ കള്ളക്കടത്തും കാര്യമൊന്നുമല്ല കേട്ടോ. കഞ്ഞി കുടിക്കാനുള്ള ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കുന്ന വയറ്റി വയപ്പിലുള്ള പരിപാടി. അങ്ങോട്ടുള്ള അരി കൊണ്ടുവന്നാണ് ഞങ്ങൾ അതിർത്തി കിടന്ന് താണ്ടി വന്നു. അപ്പൊ അങ്ങനെ അതിന്റെ അടിയിൽ ഇപ്പൊ ഞങ്ങള് ചായ അടിക്കാൻ നിർത്തി. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ അതിന്റെ അടിയിൽ നമ്മള് വേറെ നമ്മളെവിടെ ഉള്ളൊരു യൂട്യൂബർമാരുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളീ കോളത്തിലായതുകൊണ്ട് വന്നിട്ട് നിൽക്കാനൊരു മടി. ഞാൻ ചെറിയൊരു ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ
കൊടുക്കാം. ഓല് ഇന്ന ഫോട്ടോ എടുത്തു ഗ്രൂപ്പ് കൂടാം അവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ ഇന്ത്യക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ അരി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമുക്ക് മന്തി കഴിക്കണം. അപ്പൊ എന്നും നമുക്ക് മന്തി കിട്ടലുണ്ട്. വീഡിയോ ഇടലില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് ഇവിടെ നിന്ന് നേരെ വൈകി എത്തല്. ഇന്ന് നമ്മൾ നേരത്തെ എത്തിയപ്പോഴും ഇവിടെ 10:30 ആയപ്പോഴത്തേന് സാധനം കഴിഞ്ഞു. അപ്പൊ കുഴപ്പമില്ലാത്ത മന്തി ആയതുകൊണ്ടല്ലേ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ് അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ സലാഡ് വന്ന് ഈ സോസേജ് വന്ന് കാര്യങ്ങളൊക്കെ വന്നിട്ടാ ഈ മന്തിമാട് കരച്ചേ. നമ്മളെ മന്തി എത്തിട്ടോ. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞുതരാം. മസാല മന്തിയാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് കേട്ടോ. സാധനമൊക്കെ കഴിഞ്ഞോണ്ട് ഇപ്പൊ ഷവായ അല്ലെ മസാല മന്തി കാണാൻ എന്താ ചൊറുക്കല്ലേ. ഇത് കഴിക്കട്ടെ. പീസ് നല്ല മസാല ഉണ്ട് കേട്ടോ. അത് പീസ് മാത്രം ടേസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. കുഴപ്പമില്ല. നമ്മൾ ഉള്ള മാതിരി പറയും. കുറച്ച് സോസേജ് കൂട്ടിയുണ്ട്. ഉള്ളത് പറയാതെ നമ്മള് പോളിസി കഴിഞ്ഞിപ്പോ ആര് എന്ത് പറഞ്ഞിട്ട് കാണില്ല. അത്ര വലിയ ഹോട്ടലാണ് കാണില്ല. നമ്മള് കഴിക്കുള്ള നമ്മള് പറയും. ഈ റൈസ് കേട്ടോ. അല്ലേ കഴിച്ചോ ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി അടിപൊളി. കഴിച്ചിട്ട് വരാം. ഓണാക്കി കുറക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ 11:30 മണിയായി. നമ്മള് സാധനം ഇറക്കി ഫുഡൊക്കെ കഴിച്ചില്ലേ. നേരെ വണ്ടി വീണ്ടും തിരിച്ചു. അപ്പൊ ഇനി നേരെ പോവാണ് വീട്ടിക്ക്. എന്നിട്ട് വർക്കൊന്നുമില്ല. അപ്പൊ നമ്മള് ചെയ്താലും എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് ഇനി രാവിലെ എത്തിയിട്ട് വൈകിട്ടപ്പല്ലേ ഞങ്ങൾ ഏകദേശം തിരിച്ചു. നമ്മളെ ഡ്രോൺ ഡ്രൈവർ തന്നെയാണ്. നല്ല മഞ്ഞ അടിച്ചു കയറ്റില്ല. എപ്പഴാ ഉറങ്ങണോ? എപ്പഴാ ഇറങ്ങോ? ഒരു മണിക്കൂറോണ്ട് ഇറങ്ങും. പിന്നെ വ്ളോഗൊന്നിട്ടാലോ. പിന്നെ ഓരോ ഇറങ്ങും. നമ്മളൊറ്റക്ക് വണ്ടിയിട്ട് എങ്ങനെ പോകും. ഏതേലും കുണ്ടി ചാടുമ്പോ അപ്പഴ ചോദിച്ചേ ഓനെത്തി ചോദിച്ചോ. അതുണ്ടാവോ? അപ്പൊ ഏതായാലും കുറച്ചായിട്ട് ഒക്കെ വരാം. അപ്പൊ ഞങ്ങള് യാത്ര ഇവിടെ തിരിച്ചു. ഇപ്പൊ 11:30 മണിയായിട്ടോ. എപ്പോഴും അവിടെ എത്താ അറിയില്ല. ഗൈസ് അങ്ങനെ നീണ്ട 8 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തി. സമയം 7 മണി 11:00. അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മള് ഇല്ല ഓടി അങ്ങനെ നിർത്തിട്ടോ. ഓന്റെ നാട്ടിലത്തെ അതിന്റെ ഒരു മൂല്യരുണ്ടായി. അവര് സൈക്കിൾ എടുക്കാനുണ്ടായിന്. മൂപ്പര് സൈക്കിൾ കൊണ്ടുപോയിച്ച് ഒരു കുട്ടിയെ കൊടുക്കാനുള്ളതാണ്. അത് എവിടുന്നാ ഓർമ്മല്ല. മൂടാടി എടുത്തുണ്ട്. അപ്പൊ അവൻ കയറ്റി. പിന്നെ അതിന് ശേഷം ചെറുക്കം ഞങ്ങള് നല്ല വർക്കിലാണ്. വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ വണ്ടി ഓടിച്ചിരുന്നു. അവൻ വർക്കില്ല. പിന്നെ അവിടുന്ന് ഫുള്ള് ഇറങ്ങി. പിന്നെ സുബൈക്ക് കൊട്ടപ്പുറത്തെത്തി. 6 മണി കിടന്ന് സുബൈസ്കരിച്ചെത്തി. പിന്നെ കൊട്ടക്കരന്ന് ചായയും കുടിച്ച് നേരെ വീട്ടിലെത്തി. നേരെ അള്ളാ കിടക്കണം. ഓക്കെ, അത്ര തന്നെ ഉള്ളു വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുമ്പോൾ ബൈ.